ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു. പ്രധാനമന്ത്രി മറ്റന്നാൾ അയോധ്യ സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഖത്തറിൽ 8 ഇന്ത്യക്കാർക്ക് വധശിക്ഷയിൽ ഇളവ് നൽകി കോടതി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 283 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ചീഫ് സെക്രട്ടറിമാരുടെ 3ാമത് ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്നലെ തുടക്കമായത്. ഈസ് ഓഫ് ലിവിംഗ് എന്ന പ്രമേയത്തിലൂന്നിയുള്ള സമ്മേളനത്തിന് പ്രധാനമന്ത്രി നാളെയും അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ, ചീഫ് സെക്രട്ടറിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 200-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർക്കാരിന്റെ പൊതുവിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഗ്രാമീണ, നഗര, ജനവിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഉത്തർപ്രദേശിലെ അയോധ്യ സന്ദർശിക്കും. പുതുതായി നിർമ്മിച്ച അയോധ്യ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത നവീകരിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. കൂടാതെ അമൃത് ഭാരത് ട്രെയിനുകളുടെയും വന്ദേ ഭാരത് ട്രെയിനുകളുടെയും ഫ്ളാഗ് ഓഫും ശ്രീ മോദി നിർവഹിക്കും. നിരവധി റെയിൽവേ പദ്ധതികളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് 15,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിക്കും. ഖത്തറിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വന്ന 8 ഇന്ത്യക്കാർക്ക് കോടതി വിധിച്ച വധശിക്ഷ ഇളവ് ചെയ്തതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയിൽ നേരത്തെ ജോലി ചെയ്തിരുന്നവരാണ് ഇവർ. ചാരവൃത്തി ആരോപിച്ചാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചിരുന്നത്. അപ്പീൽ കോടതിയാണ് ഇപ്പോൾ ശിക്ഷ ഇളവ് ചെയ്തത്. ഖത്തറിലെ ഇന്ത്യൻ സ്ഥാനപതി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് കോടതിയിലെത്തിയിരുന്നു. വിഷയം ഖത്തർ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും അധികൃതർ പറഞ്ഞു. ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ. ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്താൻ നടപടികളുമായി ഇരു രാജ്യങ്ങളും 2024 മുതൽ 2028 വരെയുള്ള 4 വർഷങ്ങളിൽ വിവിധ മേഖലകളിൽ നടക്കേണ്ട കൂടിയാലോചന സംബന്ധിച്ച് തയ്യാറാക്കിയ രൂപരേഖയിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്. സാമ്പത്തിക സഹകരണം, ഊർജ്ജ വ്യാപാരം, ഗതാഗതം, സൈനിക സാങ്കേതിക സഹകരണം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ സന്ദർശനത്തിനിടെയാണ് ഔദ്യോഗിക രേഖ ഒപ്പുവെച്ചത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി വിവിധ വിഷയങ്ങൾ ചർച്ച നടത്തി. ഇന്തോ പസഫിക് മേഖല, യുക്രൈൻ, ഗാസയിലെ യുദ്ധം എന്നിവ ചർച്ചയായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ശ്രീ ജയശങ്കർ സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകളടങ്ങിയ സന്ദേശം പുടിന് കൈമാറി. റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെന്നിസ് മെൻഡുറോവുമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കൂടംകുളം ആണവോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട 2 സുപ്രധാന കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കാർഷിക കയറ്റുമതി രംഗവുമായി ബന്ധപ്പെട്ട സംസ്കരിച്ച ഭക്ഷ്യസാധനങ്ങളുടെ കയറ്റുമതിയിൽ രാജ്യം ഗണ്യമായ വളർച്ച നേടിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. 2014-15 13% കയറ്റുമതി 2022-23 25%. സംഘടിത ഉൽപാദന മേഖലയിൽ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിലൊന്നാണ് ഭക്ഷ്യ സംസ്കരണ മേഖല. കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഈ മേഖലയ്ക്ക് സുപ്രധാന പങ്കുണ്ട്. ഭക്ഷ്യ സംസ്കരണ മേഖല വികസിപ്പിക്കുന്നതിന് വിവിധ നടപടികൾ കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ നിലവാരമുയർത്തൽ പദ്ധതി പ്രകാരം ഈ വർഷം ജനുവരിക്ക് ശേഷം 51,130 വായ്പകൾ അനുവദിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഗുണ ജില്ലയിൽ ഇന്നലെ രാത്രി ബസ്സിന് തീപിടിച്ച് 12 പേർ മരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. മരിച്ചവരുടെ കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നതായും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നതായും രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരോട് അനുശോചനം അറിയിക്കുന്നതായും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി മോഹൻ യാദവ് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ഗുണ ജില്ലയിലെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ രവി ബറേലിയ, ചീഫ് മുനിസിപ്പൽ ഓഫീസർ BD കത്രോലിയ എന്നിവരെ മുഖ്യമന്ത്രി മോഹൻ യാദവ് സസ്പെൻഡ് ചെയ്തു. ഗുണ ജില്ലാ ആശുപത്രി സന്ദർശിച്ച മുഖ്യമന്ത്രി പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ നൽകണമെന്ന് ഡോക്ടർമാരോട് നിർദ്ദേശിച്ചു. പരിക്കേറ്റ 14 പേർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിജയകരമായി പുരോഗമിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ നന്ദിയോട്, പെരിങ്ങമല ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു ഇന്ന് പര്യടനം. ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിലും യാത്ര ഇന്നെത്തി. കണ്ണൂരിൽ ഇരിട്ടി, ശ്രീകണ്ഠപുരം നഗരസഭകളിലും തില്ലങ്കേരി, മാലൂർ പഞ്ചായത്തുകളിലുമായിരുന്നു ഇന്നത്തെ പര്യടനം. ഇടുക്കിയിലെ കാർഷിക ഗ്രാമമായ വട്ടവടയിലും മൂന്നാറിലും വികസിത് ഭാരത് സങ്കല്പ് യാത്ര എത്തിച്ചേർന്നു. കോട്ടയം ജില്ലയിൽ പാമ്പാടി, കൂരോപ്പട പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം. ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി വാർഡ് തല മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. അയോധ്യയിൽ ജനുവരി 22 നടക്കുന്ന ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് CPIM നിലപാടുകൾ ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് സംസ്ഥാനത്തെ ചില നേതാക്കൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായാണ് വിവരമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച CPIM കേരളത്തിൽ ദേവസ്വം വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ശ്രീ മുരളീധരൻ ചോദ്യം ഉന്നയിച്ചു. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും നാളെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. രാവിലെ അന്തരിച്ച തമിഴ്നാട്ടിലെ DMDK നേതാവും ചലച്ചിത്ര നടനുമായ വിജയകാന്തിന്റെ ഭൌതികദേഹം നാളെ വൈകിട്ട് 4:45-ന് ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിക്കും. ന്യൂമോണിയ മൂലം സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിജയകാന്തിന്റെ വസതിയിലെത്തിയ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആദരാഞ്ജലി അർപ്പിച്ചു. വിജയകാന്തിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ജമ്മുകശ്മീരിലെ ഉധംപൂരിൽ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഗോൽമേള ആഘോഷത്തിന് വൻ ഭക്തജന തിരക്ക്. ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി കടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2 വർഷത്തിലൊരിക്കലാണ് ഗോൽമേള സംഘടിപ്പിക്കുന്നത്. ഇന്നു മുതൽ ഓരോ ദിനവും രാത്രിയുടെ സമയം കുറയുമെന്നും പകലിന്റെ ദൈർഘ്യം വർദ്ധിക്കുമെന്നുമാണ് ഭക്തരുടെ വിശ്വാസം. ജമ്മുകശ്മീരിലെ വൈഷ്ണോദേവി ഗുഹാക്ഷേത്രത്തിൽ ഈ വർഷം ഏകദേശം 96 ലക്ഷം തീർത്ഥാടകർ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. ഇത് കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഈയിടെ ഉദ്ഘാടനം ചെയ്ത ആകാശപാത തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സഹായകമായി. മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിന് പുറമെ കത്ര, അദ്കുൻവാരി, ഭൈറോൺ, ഘാട്ടി തുടങ്ങിയ മറ്റ് സ്ഥലങ്ങളിലും തീർത്ഥാടകർക്ക് മതിയായ ക്രമീകരണങ്ങളും സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജമ്മുകശ്മീരിൽ ബഹുമുഖ വികസനമാണ് നടക്കുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ജമ്മു IIM-ലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് അറ്റ് 2047 സംരംഭത്തിനായുള്ള ആശയങ്ങളുടെ വിശദമായ അവലോകനം നടത്തിയ കേന്ദ്രമന്ത്രി ജമ്മുകശ്മീർ സമൂഹം ശാക്തീകരിക്കപ്പെട്ടതായി അഭിപ്രായപ്പെട്ടു. US-ന്റെ പ്രകോപനത്തെ ചെറുക്കുന്നതിന് ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള യുദ്ധ തയ്യാറെടുപ്പുകൾ ത്വരിതപ്പെടുത്താൻ സൈന്യത്തോട് ഉത്തരവിട്ട് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. രാജ്യത്തെ ഭരണകക്ഷിയുടെ സുപ്രധാന യോഗത്തിലാണ് തീരുമാനം. ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 283 റൺസ് വിജയലക്ഷ്യം. ജമീമ റോഡ്രിഗസ് നേടിയ 82 റൺസിന്റെ മികവിലാണ് ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 282 റൺസ് നേടിയത്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസീസ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 29 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് നേടിയിട്ടുണ്ട്. ഫ്രീഡം ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ സെഞ്ചുറിയനിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക ആദ്യ ഇന്നിംഗ്സിൽ 408 റൺസിന് പുറത്ത്. ഇതോടെ ദക്ഷിണാഫ്രിക്ക 163 റൺസിന്റെ ലീഡ് നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു. പ്രധാനമന്ത്രി മറ്റന്നാൾ അയോധ്യ സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഖത്തറിൽ 8 ഇന്ത്യക്കാർക്ക് വധശിക്ഷയിൽ ഇളവ് നൽകി കോടതി. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 283 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.